ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോകാമെന്നുള്ളത്. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്തെ അമ്മ ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ് നമുക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ രാവിലെ 5:15 ട്രെയിനിനാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. തിരൂരിൽ നിന്നായിരുന്നു ട്രെയിന്. അപ്പം കയറിയ സമയത്ത് തന്നെ നേരെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണീച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്നൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അമ്മ ഇത്ര അധികം ട്രെയിനിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ആലപ്പുഴയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 2:30 ആയപ്പോഴേക്കും ഞങ്ങളിതേ തിരുവനന്തപുരം നോർത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെ സേഫ് ഡോർമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അത്യാവശ്യം നല്ല റൂം സർവീസൊക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. ഞങ്ങൾ 2 പേരും കൂടി കുളിച്ച് ഫ്രഷായി നേരെ അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. സേഫായിട്ടുള്ള ട്രാവലിന് എപ്പോഴും ഊബർ സർവീസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ ക്ഷേത്രത്തിലേക്ക്. ഞാൻ ഓൾറെഡി അമ്പലത്തിൽ പോയതാണ്. പക്ഷെ എന്നാലും അമ്മയുടെ കൂടെ പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭഗവാനെ ഒന്നുകൂടി കാണാൻ കഴിയുക എന്നുള്ളതിൽ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ വളരെ കുറച്ച് പ്രത്യേകതകളിലൊന്നാണ് ഒറ്റക്കല്ലിൽ തീർത്ത മണ്ഡപം. ശ്രീകോവിലിന് മുന്നിലായിട്ട് നമുക്ക് കാണുന്ന മണ്ഡപം അത് ഒറ്റക്കല്ലിൽ തീർത്തതാണ്. അതുകൂടാണ്ട് അതിന് മുന്നിലായിട്ടുള്ള അഭിശ്രവ മണ്ഡപം അത് കോതമാർത്താണ്ഡവർമ്മ എന്ന മഹാരാജാവ് നിർമ്മിച്ചതാണ്. അതുകൂടാണ്ട് ഭയങ്കര വിസ്മയമായിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യമാണ് കുലശേഖര മണ്ഡപം. 1865 നിർമ്മിച്ച ഈ കുലശേഖര മണ്ഡപം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ചിത്രവിസ്മയങ്ങളുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൽ 11 മണ്ഡപങ്ങളാണുള്ളത്. അതിൽ 8 എണ്ണവും പത്മതീർത്ഥ കുളത്തിലാണുള്ളത്. 365 ദിവസത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ 365 തൂണുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അതുകൂടാണ്ട് വേദവ്യാസിനും അശ്വതാത്മാവിനെയും പ്രതിഷ്ഠകളാക്കിയിട്ടുള്ള ഇന്ത്യയിലെ വളരെ വിരളമായിട്ടുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം. അമ്പലത്തിൽ തൊഴുതു വന്നതിന് ശേഷം ഞാനും അമ്മയും ഈ കാണുന്ന ഒരു കുഞ്ഞ് പത്മനാഭസ്വാമിയുടെ ഒരു വിഗ്രഹം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കായി 1840 ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ എന്ന മഹാരാജാവ് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമുണ്ട്. അമ്പലത്തിൽ വരുന്ന എല്ലാവരും ഈ ഒരു കൊട്ടാരത്തിലും കൂടി വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് പോവാറ്. ഈ ഒരു കൊട്ടാരം പുത്തൻമാളിക എന്ന പേരിലും അതുകൂടാണ്ട് കുതിരമാളിക എന്ന പേരിലും പ്രശസ്തമാണ്. 22 ഏക്കറിലാണ് ഈ ഒരു കൊട്ടാരം നിലനിൽക്കുന്നത്. 22 ഏക്കറിൽ കേരള വാസ്തുവിദ്യയുടെ മനോഹാരിത വ്യക്തമാക്കുന്ന രീതിയിൽ തടിയിലും കരിങ്കല്ലിലും നിർമ്മിച്ച മനോഹരമായിട്ടുള്ളൊരു കൊട്ടാരമാണിത്. ഈ ഒരു കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേര് വരാൻ കാരണം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കൊട്ടാരത്തിൻ്റെ മുകളിലെ ഈ ഒരു നിലയിൽ 122 കുതിരകളെ തടിയിൽ തീർത്തിട്ടുണ്ട്. അത് ലോഫിംഗ് ഹോഴ്സസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ ഓരോ മുറികളിലെയും സീലിംഗ് ഡിഫറെൻ്റ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു റൂം പണ്ഡിത സദസ്സായിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഒരു റൂമിലെ സീലിങ്സ് കാശ്മീരി ജ്വല്ലറി ബോക്സിൻ്റെ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു റോയൽ റെസിഡൻസ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് HH ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം അഥവാ ചിത്രാലയ മ്യൂസിയം എന്നൊരു ആർട്ട് ഗാലറി കാണാനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഈ ഒരു 2 സ്റ്റോറിഡ് ബിൽഡിങ്സ് നേരത്തെ കണ്ട റോയൽ റെസിഡൻസും മറ്റൊന്ന് ഈ കാണുന്ന ആർട്ട് ഗാലറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ആർട്ട് ഗാലറി മുഴുവനായിട്ടും തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ഹിസ്റ്ററിയും അവരുടെ ലെഗസിയുമാണ് കാണിക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്സും ചരിത്ര പ്രാധാന്യങ്ങളും ഈ ഒരു ചിത്രങ്ങളിലൂടെ നമുക്ക് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആർട്ട് ഗാലറിയിൽ കാണുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും റോയൽ ഫാമിലി ഡൊണേറ്റ് ചെയ്ത പിക്ചേഴ്സും പെയിൻറ്റിങ്സുമാണ്. അതുകൂടാണ്ട് റൂളേഴ്സിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിലെ ഫോട്ടോസും കോർണേഷൻ്റെ ഡേയ്സിലുള്ള കാര്യങ്ങളും മാരേജിൻ്റെയും അങ്ങനെ ഒട്ടുമിക്ക ഒരു ജനറേഷനെ തന്നെ നമുക്കിവിടെ ചിത്രങ്ങളിലൂടെ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മീറ്റിംഗ്സിൻ്റെ ഫോട്ടോസും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഏറ്റവും അവസാനത്തെ റൂളറായിട്ടുള്ള ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മയുടെ ജീവിതം ചിത്രങ്ങളിലൂടെ ഇവിടെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
1836 തഞ്ചാവൂരിൽ നിന്ന് വന്ന 5000 ശില്പികൾ 4 വർഷമെടുത്താണ് ഈ കാണുന്ന വിസ്മയ കൊട്ടാരം പണികഴിപ്പിച്ചത്. ഈ കാണുന്ന മണ്ഡപത്തിലാണ് ഇന്നത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവം നടക്കുന്നത്. ഈ ഒരു കൊട്ടാരത്തിൽ 25 മുറികൾ മാത്രമാണ് ഇന്നും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ബാക്കി 55-ലധികം വരുന്ന മുറികളും കൊട്ടാരത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും അമ്പലത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത്. കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടന്നതിന് ശേഷം ഈ കാണുന്ന നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീ പത്മനാഭ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലെത്തി നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അമ്മയ്ക്കും എനിക്കൊക്കെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം രാത്രി നന്നായി ഉറങ്ങിയതിന് ശേഷം രാവിലെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് പോകാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൂമിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ അമ്മ മുന്നേ വന്നിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ അമ്മ ഓൾറെഡി വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ദേവിയെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പട്ട്, അതുപോലെ തന്നെ എണ്ണ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അന്ന് ക്ഷേത്രത്തിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് സമാധാനമായിട്ട് ദേവിയെ തൊഴുതു. ആദ്യമായിട്ട് പോയതിൻ്റെ എല്ലാ സന്തോഷവും എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നമ്മൾ പുള്ളുവൻ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു. വീണ്ടും ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഭംഗിയായിട്ട് പത്മനാഭനെ നമുക്ക് തൊഴാനായി. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി ഒരുപാട് നേരം കഴിഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നത് റൂമിലേക്ക്. ഒത്തിരി നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് രാത്രി ആ അമ്പലത്തിൻ്റെ താഴെ വന്നിരിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് രാവിലെ ആയിരുന്നു ഞങ്ങളുടെ ബസ്. ഡയറക്റ്റ് ട്രിവാൻഡ്രം ടു കുറ്റിപ്പുറം വരെ ആയിരുന്നു ബസ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇപ്പം ഫുൾഫില്ലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.